നമസ്കാരം, സോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് RRB JEE CBT 2-ന്റെ സിലബസിനെ പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാൻ, എന്തെല്ലാമാണ് അതിൻ്റെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ RRB JEE CBT 2 പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു ബേസിക് റൂട്ട് മാപ്പ് എന്തായിരിക്കണം, അതിൻ്റെ സ്റ്റഡി പ്ലാനിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം കരുതണം എന്നതിനെ പറ്റിയിട്ടൊന്ന് ബ്രീഫായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നോൺ ടെക് സബ്ജക്ട്സ് ആണ്. അതായത് RRB JEE CBT 2-ൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്ട്സും ഉണ്ട്, അതുപോലെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്ട്സും ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യാൻ നോൺ ടെക്നിക്കലിൽ എന്തെല്ലാമാണ് നോക്കേണ്ടത്. CBT 1 കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, നോൺ ടെക്നിക്കൽ പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. CBT 2-ലും 50 മാർക്കോളം നോൺ ടെക്നിക്കൽ ഉണ്ട്, അതിൽ പുതിയ കുറച്ച് സബ്ജക്ട്സും ഉണ്ട്. സോ അതിന് പ്രത്യേകമായിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെ വേണം, എന്നാൽ മാത്രമേ കയറി പോവുള്ളൂ, നമ്മൾ ജോലിയിലേക്ക് എത്തുള്ളൂ. അതിന്റെ കാരണം എന്താ, CBT 1 മെറിറ്റ് ആണോ? അല്ല, CBT 1 ജസ്റ്റ് ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. നമുക്ക് മെറിറ്റ് വരുന്നത്, നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നത് CBT 2 വെച്ചിട്ടാണ്. സോ CBT 2-ലെ ഓരോ മാർക്കും നമുക്ക് എന്താണ്, നമ്മുടെ മാർക്കിലേക്ക് എത്തിക്കാൻ, നമ്മുടെ എക്സാമിന്റെ റിസൾട്ടിൽ നമ്മുടെ ജോലിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് CBT 2-ന്റെ ഓരോ മാർക്കുമാണ്. അതൊന്നും ഓർക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാ, RRB JEE CBT 2-ന്റെ സിലബസിനെ പറ്റിയിട്ടാ. സിലബസ് നമുക്ക് നോക്കാം. സിലബസിൽ മേജർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, നമുക്ക് പരിചയമുള്ള രണ്ടാൾക്കാരുണ്ട്. ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ജനറൽ അവയർനെസ് ഉണ്ട്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉണ്ട്. നമ്മുടെ CBT 1-ൽ പഠിച്ചത് എന്തൊക്കെയാ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്. ഓക്കെ, ഇവിടെ ബയോളജി ഇല്ല. അപ്പോ നമ്മൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കതൊരു ബെനിഫിറ്റ് ആണ്. ഇവിടെ എന്തില്ല, ബയോളജി ഇല്ല, ഇവിടെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. പിന്നെ ഉള്ള ആൾ ജനറൽ അവയർനെസ്. അത് ഓൾറെഡി CBT 1-ൽ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ്, അവിടെ ഓൾറെഡി ഉണ്ട്. ഇത് രണ്ടിനും 15 മാർക്ക് വെച്ചിട്ടുണ്ട്. സോ 30 മാർക്സ് അതിന് പോയി. ഓക്കെ, മൊത്തം 150 ഉണ്ട്, അതിൽ 30 മാർക്സ് ആരാണ്, ജനറൽ അവയർനെസ്, ഫിസിക്സും ആണ്. സോ നമുക്കത് റിവൈസ് ചെയ്താൽ മതിയാവും, കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു വിഷയമാണല്ലോ, CBT 1-ൽ വന്ന വിഷയമാണല്ലോ. ഇനി പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെയാ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ. കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാലോ, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ വീണ്ടും 10 മാർക്ക്. ഏകദേശം 50% മാർക്കോളം നോൺ ടെക് സബ്ജക്ട്സിൽ നിന്നുണ്ട്. ഓക്കെ, 50% മാർക്കോളം നോൺ ടെക് സബ്ജക്ട്സിൽ നിന്നുണ്ട്. ടെക്നിക്കൽ അബിലിറ്റിയിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ടെക്നിക്കൽ അബിലിറ്റി ഏതാണ്, നിങ്ങൾ സിവിലിന് അപ്ലൈ ചെയ്തെങ്കിൽ സിവിലിന്റെ ചോദ്യങ്ങൾ വരാം, ഇലക്ട്രിക്കലിനാണെങ്കിൽ ഇലക്ട്രിക്കലിന്റെ ചോദ്യങ്ങൾ വരാം, ഇലക്ട്രോണിക്സിനാണെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ ചോദ്യങ്ങൾ വരാം. അങ്ങനെ നിങ്ങൾ ഏതാണോ അപ്ലൈ ചെയ്തിട്ടുള്ള, ഏത് എക്സാം ഗ്രൂപ്പാണ് അപ്ലൈ ചെയ്തിട്ടുള്ള, അതനുസരിച്ചുള്ള ചോദ്യങ്ങൾ വരും. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ടെക്നിക്കൽ സിലബസിനെ പറ്റിയാണ്. ടെക്നിക്കൽ അബിലിറ്റിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ടെക്നിക്കൽ എക്സ്പേർട്സ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഇലക്ട്രിക്കലിന്റെയും ഇലക്ട്രോണിക്സിന്റെ ഓറിയന്റേഷൻ തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ടാവും. നമുക്കിവിടെ നോൺ ടെക്കിന്റെ കാര്യങ്ങൾ നോക്കാം. അതിൽ തന്നെ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്തിനെ പറ്റിയിട്ടാ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം എത്ര കിട്ടിയേക്കാം, എക്സാം എന്നായിരിക്കാം എന്ന് നമുക്കൊരു റഫ് ഐഡിയ എങ്കിലും വേണ്ടേ. നമുക്ക് ഉറപ്പില്ല, കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം CBT 1 നമ്മൾ പ്രതീക്ഷിച്ചതിന് മുന്നെയാണ് വന്നത്. എല്ലാവരും ഓൾ ഇന്ത്യ സിനാരിയോയിൽ നമ്മൾ വിചാരിച്ച CBT 1 1-2 മാസം കൊണ്ട് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ അതെല്ലാം മാറ്റിക്കൊണ്ട് ഡിസംബറിൽ CBT 1 വന്നു. സോ CBT 2-ന്റെ കാര്യത്തിൽ നമുക്ക് അത്ര വ്യക്തതയില്ല, എന്നാൽ നമുക്ക് ഉള്ള ഡാറ്റ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. 2019 മെയ്യിലാണ് CBT 1 നടത്തിയത്. ഇതിനു മുന്നേ JEE നടത്തിയപ്പോൾ 2019 JEE നടത്തിയപ്പോൾ മെയ് 2019 നടത്തിയത്. ഓക്കെ, ജൂൺ ജൂലൈ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഓഗസ്റ്റിൽ എന്ത് നടത്തി, CBT 2 നടത്തി. ഓക്കെ, ഒരു 2 മന്ത് ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അതിനെ മനസ്സിൽ വച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഡിസംബറിൽ നടത്തിയ പരീക്ഷ ഇനി ജനുവരി ഫെബ്രുവരി ഗ്യാപ്പ് കഴിഞ്ഞ് മാർച്ച് നടക്കാനാണ് സാധ്യത. സോ മാർച്ച് ആദ്യം തന്നെ പ്രതീക്ഷിച്ചോളൂ. ഡിസംബറിൽ അവസാനമായിരുന്നു പരീക്ഷ, ശരിയാ, പക്ഷെ മാർച്ച് ആദ്യം തന്നെ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 60 ഡേയ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് വേറൊരു പോംവഴിയില്ല. 60 ദിവസം നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക, പഠിക്കാനിരിക്കുക. ഓക്കെ, ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ ടെക്നിക്കല് മാത്രമാണ് CBT 2 എന്ന് വിചാരിക്കരുത്. അതാണ് എന്റെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, ടെക്നിക്കൽ മാത്രം വിചാരിക്കരുത്, നോൺ ടെക്നിക്കലും ഉണ്ട്. അതിന്റെ പ്രസക്തി എന്താണെന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ ഏതിനാ കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്, എങ്ങനെയാ പഠിക്കേണ്ടത്, അതെല്ലാമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യം ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ജനറൽ അവയർനെസ്സും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയും, അതുപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് പൊല്യൂഷൻ കൺട്രോൾ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 4 ടോപ്പിക് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ തന്നെ പുതിയ ഒരാളാണ്, നമ്മൾ കേട്ട് പരിചയമില്ലാത്ത, പൊതുവെ ടെക്നിക്കൽ സ്വഭാവം ഇല്ലാത്ത ഒരാളാണ് ആര്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. ഒരു ജൂനിയർ എഞ്ചിനീയർ ആയി ജോലി നോക്കാൻ പോകുന്ന ഞാൻ പൊല്യൂഷൻ കൺട്രോളിനെ പറ്റി അറിഞ്ഞിരിക്കണം, എന്റെ പരിസരത്തെ പറ്റി അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് 10 മാർക്കിന് ഒരു സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ആരൊക്കെ വരുന്നത്, ബേസ് ഓഫ് എൻവയോൺമെന്റ് വരുന്നുണ്ട്, അതില് പൊല്യൂഷൻ സംഭവിക്കുന്നത് എങ്ങനെ,
ഓക്കെ, അങ്ങനെ പല രീതിയിൽ നമുക്ക് തിരിക്കാം. എങ്ങനെ? ഒന്ന് ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് പഠിച്ചു വെക്കുക. ബയോട്ടിക് ഫാക്ടേഴ്സ്, അബയോട്ടിക് ഫാക്ടേഴ്സ്, എന്താണ് എൻവയോൺമെന്റിന്റെ മറ്റേ ഫുഡ് വെബ്, അതുപോലെ പിരമിഡ്, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ്, അങ്ങനെ കുറച്ച് ടേംസ് നമ്മൾ അവിടെ പഠിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ എൻവയോൺമെന്റ് പൊല്യൂഷൻസ്, അതിൽ പോയിന്റ് സോഴ്സ് എന്നുള്ള പൊല്യൂഷൻ, നോൺ പോയിന്റ് സോഴ്സ് എന്നുള്ള പൊല്യൂഷൻ, അങ്ങനെ പൊല്യൂഷൻസ് പഠിക്കും. അതിൽ തന്നെ നമ്മൾ പൊല്യൂഷനൊക്കെ പഠിക്കും. എയർ, വാട്ടർ, നോയിസ് പൊല്യൂഷൻ പ്രത്യേകം പഠിക്കും. അതിന്റെ എഫക്റ്റ് ഒക്കെ പഠിക്കും. പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എന്ത്, ഓരോ കോമ്പൗണ്ട്സും, കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആരൊക്കെ, ഇതെല്ലാം പഠിക്കും. താജ്മഹലിന്റെ കളർ മങ്ങുന്നുണ്ട്, അതെന്തുകൊണ്ട്, അല്ലെങ്കിൽ ഏത് പദാർത്ഥം ഉള്ളത് കൊണ്ടാണ് അത് മങ്ങുന്നത്, അതെല്ലാം ഇവിടെ വരും. പൊല്യൂഷനെ പറ്റി പഠിച്ചാൽ പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് പഠിക്കാം. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റേഴ്സ് കേട്ടിട്ടുണ്ട്, കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്, അതുകൂടെ പഠിക്കാം. സോ ബേസിക്സ് പഠിക്കുന്നു, പൊല്യൂഷന്റെ ടൈപ്സ് പഠിക്കുന്നു, പിന്നെ കൺട്രോൾ മെഷേഴ്സ് പഠിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞില്ല, പ്രത്യേകം കുറച്ച് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് കൺട്രോളിൽ വന്നു. പിന്നെ ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ഓസോൺ ഡിപ്ലീഷൻ, ഇവര് മൂന്നുപേരെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഓസോൺ ഡിപ്ലീഷൻ എല്ലാം പ്രത്യേക ഓർഗനൈസേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. മീൻസ് ഇന്റർനാഷണൽ സിനാരിയോയില് എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റി നമ്മൾ അതിന്റെ വന്ന വഴിയും അതിന്റെ ഇയർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ നേച്ചർ ഓർഗനൈസേഷൻസ്, എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ ഏതൊക്കെയാണുള്ളത് അതെല്ലാം പഠിക്കണം. ഇന്ത്യയിലുള്ള ബേസിക് കൺട്രോളിനുള്ള ആക്ട്സ് ആൻഡ് പോളിസീസ്, ഏത് കൊല്ലാണ് വന്നത്, എന്താണ് അതിൽ പ്രത്യേകം പറയുന്നത്, അതെല്ലാം പഠിക്കും. സോ ഇതിനെപ്പറ്റി ഈ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ 10 മാർക്കാണുള്ളത്. അതൊരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? സിലബസ് ഓറിയന്റഡ് ആവുന്നത് എങ്ങനെയാ? ജനറൽ അവയർനെസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫിസിക്സ്, അതിനകത്ത് പൊളിറ്റി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, കറണ്ട് അഫേഴ്സ് ഉണ്ട്, സ്റ്റാറ്റിക് ജി കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ ആകെ 15 മാർക്കേ ഉള്ളൂ. അതിൽ തന്നെ 5 മാർക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട്. കറണ്ട് അഫേഴ്സ് വളരെ റാൻഡം ആണ്. CBT 1 എഴുതിയവർക്ക് അറിയാം, അല്ലെങ്കിൽ CBT 1 എഴുതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജനറൽ അവയർനെസ് ഭയങ്കര റാൻഡം ആണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാ. 15 മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലെ? പക്ഷേ ഈ എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ അങ്ങനെയല്ല. ഇവിടെ എന്താ തിരിച്ചു വരുന്നത്? സിലബസിലുള്ള കാര്യങ്ങളാ ചോദിക്കുന്നത്. പ്രീവിയസ് ഇയറിൽ ഈ ഇവിടുന്ന് ഉള്ള കാര്യങ്ങളാ ചോദിക്കുന്നത്. ഒരുപാട് അങ്ങനെ ചെക്കേറി ഔട്ട് ഓഫ് സിലബസ് പോകുന്നില്ല. സോ ഈ 10 മാർക്കിൽ ഒരു 80% നമ്മൾ കരസ്ഥമാക്കിയേ പറ്റൂ. കാര്യം എന്താ? അത്ര എളുപ്പ. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? തിയറി ടോപ്പിക്കാണ്. ഓക്കെ, 10 മാർക്ക് ഉണ്ട്, സിലബസിന്റെ ഉള്ളിലാണ്. ഓക്കെ, ജനറൽ അവയർനെസ് എന്താ പ്രശ്നം? അല്ലെങ്കിൽ ബാക്കിയുള്ള ജനറൽ അവയർനെസ്സിന് 15 മാർക്ക് ഉണ്ട്, അതിന്റെ പുറകെ പോകണോ ഇപ്പോ? അല്ലെങ്കിൽ അതിന്റെ പുറകെ ഒരുപാട് റിസർച്ച് ചെയ്ത് പോകണോ? വേണ്ട, നമുക്ക് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഒക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താ? സിലബസ് ഓറിയന്റഡ് ആണ്, 10 മാർക്ക് ചോദിക്കുന്നുണ്ട്, തിയറിയാണ്. നല്ലൊരു നോട്ട് വെച്ചാൽ, നല്ലൊരു ക്ലാസ് കണ്ടാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ NCERTയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെയും ആധാരമാക്കുക. NCERT ഏതാ? ബയോളജി, +2 ബയോളജിയുടെ 4 ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, 4 ചാപ്റ്റേഴ്സ്, അവസാനത്തെ 4 ചാപ്റ്റേഴ്സ്, +2 ബയോളജിയുടെ അവസാനത്തെ 4 ചാപ്റ്റേഴ്സ് എടുക്കുക, അത് വായിച്ചു നോക്കുക. ഏറ്റവും ഇതിന്റെ ബേസ് വരുന്ന അവിടെ നിന്ന് തുടങ്ങുക. ഓക്കെ, അല്ല എക്കോളജിയുടെ ചാപ്റ്റർ ഉണ്ട്, പൊല്യൂഷന്റെ ചാപ്റ്റർ ഉണ്ട്, പൊല്യൂഷൻ കൺട്രോളിനെ പറ്റി പറയുന്നുണ്ട്, ആസിഡ് റെയിൻ, ഓസോൺ ഡിപ്ലീഷൻ എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി എന്നല്ല, അവിടെ നിന്ന് ബേസ് ആക്കി തുടങ്ങാം. സോ NCERTയിലെ ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും ആൻസർ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എത്രത്തോളം ബൗണ്ടറി പഠിക്കാനുണ്ടെന്ന് തീരുമാനിക്കുക, പഠിക്കാനിരിക്കുക. 10 മാർക്ക് അവിടെ നമുക്ക് കിട്ടണം, അല്ല 80% എങ്കിലും കിട്ടണം. കാര്യം അതുപോലുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, അടുത്തത്. സോ നമ്മൾ പൊല്യൂഷൻ കവർ ചെയ്തു. ഇതിൽ തന്നെ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റിൽ ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്ത് പോകേണ്ട കാര്യമില്ല. കാര്യം എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ എൻവയോൺമെന്റിലുള്ള ചോദ്യങ്ങൾ കുറവും. നിങ്ങൾ കാണാം, ഒരു പോയിന്റ് എൻവയോൺമെന്റ് ഉള്ളൂ, ബാക്കി എന്താ? പൊല്യൂഷൻ, കൺട്രോള്, വീണ്ടും പൊല്യൂഷൻ, വേസ്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ഓസോൺ ഡിപ്ലീഷൻ. ഇത്രയും ഭാഗം എൻവയോൺമെന്റിലുള്ള നെഗറ്റീവ് എഫക്ട്സാ അല്ലെ? എൻവയോൺമെന്റിനെ പറ്റി ബേസിക് ആയിട്ട് ബയോട്ടിക് ഫാക്ടേഴ്സ്, അബയോട്ടിക് ഫാക്ടേഴ്സ്, ഫുഡ് വെബ്, ഫുഡ് ചെയിൻ, അങ്ങനെയുള്ള ബേസിക് വാക്കുകൾ അറിഞ്ഞിരിക്കാം, ബേസിക് ടെർമിനോളജി അറിഞ്ഞിരിക്കുക. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏതാണ്? ഈ പറയുന്ന പോലെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ കൺട്രോൾ സ്ട്രാറ്റജി, വീണ്ടും പൊല്യൂഷൻ കൺട്രോൾ, വേസ്റ്റ് മാനേജ്മെന്റ്. സോ ഈ 3 പോയിന്റിൽ ബേസിക്കലി പറയുന്നത് എന്താ? പൊല്യൂഷന്റെ ടൈപ്സ് മനസ്സിലാക്കൂ, എന്നിട്ട് കൺട്രോൾ മെഷേഴ്സ് കൂടെ പഠിക്കൂ. അതാണ് ആ 3 പോയിന്റിൽ പറയുന്നത്. എന്നിട്ട് അവർ 3 ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ് പറയണേ. ഇത് പൊല്യൂഷൻസ് അല്ല, എൻവയോൺമെന്റിലുള്ള നെഗറ്റീവ് എഫക്ട്സ്. ഏതൊക്കെ? ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ഓസോൺ ഡിപ്ലീഷൻ. നമ്മൾ എഫക്ട് ചെയ്യുന്ന പൊല്യൂഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ അല്ലെ? ഗ്ലോബൽ വാർമിംഗും അതെ, ആസിഡ് റെയിനും അതെ, അതുപോലെ ഓസോൺ ഡിപ്ലീഷനും അതെ. ഈ പൊല്യൂഷൻ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു?
ബേസിക്സ് വളരെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, ബേസിക് ടെർമിനോളജി പഠിച്ചു വെക്കുക, പൊല്യൂഷന്റെ ടൈപ്സും കൺട്രോൾ സ്ട്രാറ്റജിയും പഠിച്ചു വെക്കുക, അതിന്റെ ആഫ്റ്റർ എഫക്ട് പഠിച്ചു വെക്കുക. ഇതിൽ കൊടുക്കാത്ത കാര്യങ്ങൾ ഒന്നും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ആക്ട്സ് ആൻഡ് പോളിസീസ് ചോദിക്കും. കൺട്രോൾ മെഷേഴ്സിൽ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കിയിട്ടുള്ള ആക്ടും പോളിസീസ് ഏതൊക്കെയാണ്? ഇപ്പോ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഏത് കൊല്ലാണ് വന്നത്? ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കാം. എയർ പൊല്യൂഷൻ കൺട്രോൾ അതിനകത്ത് വരുന്നുണ്ടോ? പിന്നെ നോയിസ് എയറിലാണോ വരുന്നത്, വാട്ടർ പൊല്യൂഷനിലാണോ വരുന്നത്, എവിടെയാണ് നോയിസ് വരുന്നത്, അല്ലെങ്കിൽ സൗണ്ടിന് പ്രത്യേകം പൊല്യൂഷൻ ഉണ്ടോ? അങ്ങനെയുള്ള ചോദ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കണം. ഓക്കെ, ബേസിക്കലി എന്താണ്? സിലബസ് ഓറിയന്റഡ് ആണ്, 10 മാർക്ക് കിട്ടും. NCERT ഞാൻ പറഞ്ഞു ബയോളജിയിലെ ലാസ്റ്റ് 4 ചാപ്റ്റർ ആണ് നോക്കേണ്ടത്. ആ 4 ചാപ്റ്റർ ആണ് ബേസ്. അതിന്റെ മുകളിലേക്ക് നമ്മൾ പടുത്തുയർത്തണം. എന്ത് വെച്ചിട്ട്? ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ സിലബസും വെച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിലേക്കും നോക്കണം. അടുത്തത് തിയറി സബ്ജക്റ്റ് ആണ്. ഏകദേശം ഒരു 10-15 അവർ, ഒരു 15 അവേഴ്സിനുള്ളിൽ നമുക്ക് ഈ സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതിന്റെ പുറത്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതിനകത്ത് റിവിഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 മാർക്കിൽ ഒരു 80% നമ്മുടെ കയ്യിലിരിക്കും. അതാണ് എന്റെ പോയിന്റ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. സോ ഇവിടുന്ന് മാക്സിമം സ്കോർ ചെയ്യുക. കാര്യം ജനറൽ അവയർനെസിന് പുറകെ പോകുന്നതിലും എന്തുകൊണ്ട് നല്ലത് പൊല്യൂഷൻ കൺട്രോളിന്റെ പുറകെ പോകുന്നതും കമ്പ്യൂട്ടറിന്റെ പുറകെ പോകുന്നതുമാണ്. കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? 10 മാർക്ക് നമുക്ക് തരുന്നുണ്ട് അല്ലെ? ഇതിനോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെയും ചോദിക്കുന്നുള്ളൂ. ഈ കമ്പ്യൂട്ടർ പ്രത്യേകത കമ്പ്യൂട്ടർ അല്ല. നമ്മുടെ PSC ചോദിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ചോദ്യം, SSC ചോദിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ചോദ്യം, പൊതുവേ കോമ്പറ്റേറ്റീവ് സിനാരിയോയിൽ ചോദിക്കുന്ന എളുപ്പമുള്ള കമ്പ്യൂട്ടറിന്റെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. തന്നെയല്ല, നമ്മൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. നമുക്കിത് സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാവുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 10 ക്ലാസ് വീഡിയോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 10 മണിക്കൂറോളം നമ്മൾ ക്ലാസ് കാണാൻ, സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലാസ് കാണാമെന്ന് ഞാൻ പറയുന്നത് സിലബസ് കവർ ചെയ്യാൻ വേണ്ടി 10 അവേഴ്സ് മാറ്റി വെക്കുക. അതിന്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 10 മാർക്ക് ഇതും സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സിലബസിന്റെ ഉള്ളിൽ നിന്ന്, ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാറ് മിക്കവാറും. ഓക്കെ, അവിടെ നമുക്ക് 80% മാർക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. എപ്പോ? നമ്മൾ തിയറി സബ്ജക്റ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് സിലബസിനെ മുൻനിർത്തി തന്നെ പഠിക്കുക. സോ പൊല്യൂഷൻ കൺട്രോളും കമ്പ്യൂട്ടറും നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. കാര്യം ഇത് പുതിയ സിലബസ് ആണ്. ഓക്കെ, പുതിയ സിലബസ് അല്ല, സാധാരണ കോമ്പറ്റേറ്റീവിൽ ഇല്ലാത്ത RRB JEEക്ക് പ്രത്യേകതയുള്ള സിലബസാണ്. ഇതിന്ന് മാക്സിമം ആൻസേഴ്സ് നമുക്ക് വാങ്ങിക്കണം. കാര്യം CBT 1 ഇല്ല, പിള്ളേർ പഠിച്ചു ഈ CBT 2 കടന്നിട്ട് വേണം ഇത് ഇരുന്ന് പഠിക്കാൻ. സോ മര്യാദയ്ക്ക് പഠിക്കുന്ന ആൾക്ക് എഡ്ജ് ഉണ്ട്, അത് ഓർത്ത് വയ്ക്കാം. അടുത്തത് നമ്മൾ ഇനി ഫിസിക്സിലേക്കും കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴോ നമ്മൾ CBT 1 പഠിച്ച കാര്യങ്ങളാണ് അല്ലെ? CBT 1 പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ. നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ വെച്ചിട്ട് RRB എക്സാംസിന്റെ, അത് JEE ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, ഗ്രൂപ്പ് D ആയിക്കോട്ടെ, എല്ലാ ക്വസ്റ്റ്യൻസും വെച്ച് റിവൈസ് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് വെച്ച് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇനി പുതിയതായിട്ട് പഠിക്കാൻ ഇരിക്കരുത്. കാര്യം എന്താ? നമുക്ക് കുറച്ച് സമയമുള്ളൂ. നമുക്ക് അവിടെ ടെക്നിക്കൽ കവർ ചെയ്യാനുണ്ട്, പുതിയ ടോപ്പിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് പഠിക്കാനുണ്ട്, കമ്പ്യൂട്ടർ പഠിക്കാനുണ്ട്. സോ ഓൾറെഡി പഠിച്ചത് റിവൈസ് ചെയ്യുക. ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് വയ്ക്കുക, റിവൈസ് ചെയ്യുക. അതിന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് മാക്സിമം കാണുക. ഓക്കെ, അതാ ക്വസ്റ്റ്യൻസിലൂടെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലൂടെ, ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയിലാണെങ്കിൽ അറ്റോമിക് സ്ട്രക്ചറിന്റെ ചോദ്യങ്ങൾ കൂടുതലായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്സ്, നിങ്ങൾക്ക് എക്സാം എഴുതിയവർക്ക് അറിയാം, ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്സിന് ചോദ്യങ്ങൾ കൂടുതലാണ്, ഇലക്ട്രിസിറ്റിന്റെ ചോദ്യങ്ങൾ കൂടുതലാണ്. സോ അങ്ങനെ മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഉള്ള ഏരിയാസ് ഉണ്ട്, ഹൈ വെയിറ്റേജ് ഏരിയാസ് ഉണ്ട്. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാം. അതല്ലാത്ത എല്ലാ ഏരിയയും ക്വസ്റ്റ്യൻസിലൂടെ, റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിയും ചെയ്യാൻ പറ്റുന്നത്. കാര്യം എന്താ? ഓൾറെഡി CBT 1 നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്നത് എന്താ? NCERT 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERT ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ പഠനം മുന്നോട്ട് പോകാൻ. ഓക്കെ, ഈ വട്ടം നിങ്ങൾ CBT 1 ക്വസ്റ്റ്യൻസ് എഴുതിയവർക്ക് എല്ലാവർക്കും അറിയാം NCERT എന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാര്യം എന്താ? 10ാം ക്ലാസ് അല്ലെങ്കിൽ 11ാം ക്ലാസ്സിലേക്ക് കുറച്ചൊരു മുകളിലേക്ക് പോകേണ്ടി വരും. ക്വസ്റ്റ്യൻസിന്റെ ഒരു നിലവാരം കൂടുന്നതുകൊണ്ട് വരുന്ന. ഓക്കെ, അതിന്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കണേ. വലിയ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റുകളിലേക്കോ വലിയ ടെക്സ്റ്റുകളിലേക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല. NCERT ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ NCERT വെച്ച് സമയമുള്ളവർ NCERT വെച്ച് റിവൈസ് ചെയ്യുക. അതല്ല, ടെക്നിക്കലി ഒരുപാട് കവർ ചെയ്യാനുണ്ട്, ഈ എൻവയോൺമെന്റ് പഠിച്ചിട്ട് വേണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് റിവൈസ് ചെയ്യാം. പക്ഷെ റിവിഷൻ മുഖ്യമാണ്. 15 മാർക്ക് കിട്ടുന്നത്. നമ്മൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായതുകൊണ്ട് നമുക്ക് ഫിസിക്സ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കമ്പാരിറ്റീവ്ലി ഫിസിക്സും കെമിസ്ട്രി നമുക്ക് എളുപ്പമായിരിക്കും. ബയോളജി ആയിരുന്നു നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, അത് ഇവർ ഒഴിവാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഫിസിക്സ് കെമിസ്ട്രി കവർ ചെയ്യാം. ഇനിയാണ് വരുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ. വളരെ റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിക്കുക. നിങ്ങൾ CBT 1 എഴുതിയപ്പോൾ കണ്ടിട്ടുണ്ടാവും, വളരെ റാൻഡം ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ നമ്മൾ എത്രയോ ഏരിയ കവർ ചെയ്താലേ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം വന്നിരുന്നത് എന്താ? ദണ്ഡി മാർച്ചിൽ ഗാന്ധിയുടെ കൂടെ എത്ര പേര് പങ്കെടുത്തു? അത് പഠിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ആഴത്തിൽ ചെന്നാലേ ആ ഉത്തരത്തിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അത്രയും ഏരിയ ചോദിക്കാൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, റാൻഡംനെസ് കൂടുതലാണ്. പഠിക്കാൻ പറ്റില്ല എന്നല്ല, ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ പഠിക്കുക ചെയ്യാം.
പക്ഷേ നമുക്ക് ഇത്രയും എഫേർട്ട് ഇട്ടാൽ കോസ്റ്റ് ബെനിഫിറ്റ് നോക്കുമ്പോൾ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ 15 മാർക്കിൽ തന്നെ 10 മാർക്കാണ് സ്റ്റാറ്റിക് ടോപ്പിക്, 5 മാർക്ക് കറണ്ട് അഫെയർ ചോദിക്കുക. അപ്പോ ഇത്രയും സമയം ഈ 15 മാർക്കിന് കൊടുക്കുന്നതിലും ഭേദം നമുക്ക് എവിടെ കൊടുക്കാം? കമ്പ്യൂട്ടറിലും എൻവയോൺമെന്റിലും കൊടുത്ത് കുറെ മാർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം, ടെക്നിക്കലിൽ കൊടുത്തും കുറെ മാർക്ക് അവിടെ നിന്ന് വാങ്ങിച്ചെടുക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? റിവിഷൻ മാത്രം ചെയ്യുന്നു. RRBയുടെ എല്ലാ എക്സാമിനും PYQ വെച്ച് റിവിഷൻ ചെയ്യുന്നു. മോസ്റ്റ് എക്സ്പെക്ടഡ് ഏരിയ കണ്ടുപിടിക്കുന്നു, അത് വെച്ച് റിവിഷൻ ചെയ്യുന്നു. ഓക്കെ, NTPCയുടെ ചോദ്യങ്ങൾ, ഗ്രൂപ്പ് ഡിയുടെ ചോദ്യങ്ങൾ, ടെക്നീഷ്യന്റെ ചോദ്യങ്ങൾ, അതുപോലെ JEEയുടെ മുൻകാല ചോദ്യങ്ങൾ, ഇവരെല്ലാവരും വെച്ച് നമ്മൾ മാക്സിമം റിവൈസ് ചെയ്യുക. ഇനി പുതിയത് പഠിക്കാനുള്ള സമയമില്ല. നമുക്ക് ടെക്നിക്കലിന് വേണം 100 മാർക്കിന്റെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോൺ ടെക്കിൽ നമ്മൾ നോക്കേണ്ട ആൾക്കാരായിരിക്കുക, എൻവയോൺമെന്റും കമ്പ്യൂട്ടറിനും കൂടുതൽ സമയം കൊടുക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ജനറൽ അവയർനെസ് റിവൈസ് ചെയ്യുക. അതാണ് എൻ്റെ 1 ലൈനർ, ഓർത്ത് വയ്ക്കുക. സോ ഇത്രയും മനസ്സിലായി. നമ്മൾ CBT 1ന്റെ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞൊരു കാര്യമാണ് എന്ത്? നമുക്ക് ആദ്യം ഇവിടെ മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്. CBT 2 ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യും. അതിന് പകരം രണ്ടുപേരുണ്ടാര് എൻവയോൺമെന്റും കമ്പ്യൂട്ടറും. ഓക്കെ, ഇനി ഇവിടത്തെ ഫിസിക്സും കെമിസ്ട്രി തന്നെയാണ് ഇവിടെ വന്നത്, ഇവിടെ ജനറൽ അവയർനെസ് ആണ് ഇവിടെ വന്നത്. സോ CBT 1 കഴിഞ്ഞു, CBT 2ലേക്ക് കയറാണ്. നമ്മൾ അന്ന് പറഞ്ഞ പോലെ CBT 2ലേക്ക് കയറാണ്. അപ്പൊ എന്ത് പറ്റി? CBT 1 മൊത്തം കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണം? CBT 2 ഇവർ രണ്ടുപേരും ആദ്യം കവർ ചെയ്യാം. ആദ്യം സിലബസ് കവർ ചെയ്യാം, അതിന്റെ പാരലൽ ആയിട്ട് റിവിഷൻ പയ്യെ തുടങ്ങാം. സോ സിലബസ് കവർ ചെയ്യാം, റിവിഷൻ പാരലൽ ആയിട്ട് രണ്ടുപേരും തുടങ്ങാം. ടെക്നിക്കൽ എബിലിറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി മാഷിമാർ വരും. ഓക്കെ, ഇലക്ട്രിക്കലിനെയും ഇലക്ട്രോണിക്സിനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ തരാൻ വേണ്ടി മാഷിമാർ വരും. ഓക്കെ, ടെക്നിക്കൽ എബിലിറ്റി പഠിച്ചവർക്ക് എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാം. കുറെ പഠിച്ച അത്രയും ഭാഗം റിവൈസ് ചെയ്യാം, ബാക്കി ഭാഗങ്ങൾ പഠിച്ചു തീർക്കുക. ഈ 60 ദിവസത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവർ 3 പേര് റിവൈസ് ചെയ്യണം, ഇവർ 2 പേര് പഠിച്ചു കൊടുക്കണം. ടെക്നിക്കൽ എബിലിറ്റിക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കണം. എന്തിനാ ഞാൻ ഈ കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ പറയുന്നത്? ഈ 2 പേരുടെ അടുത്ത് നമുക്ക് എത്ര മാർക്ക് കിട്ടണം? 20 മാർക്കിൽ നിന്ന് മാക്സിമം മാർക്ക് കിട്ടണം, ഈ 100ൽ നിന്ന് മാക്സിമം മാർക്ക് കിട്ടണം. ഫിസിക്സ്, കെമിസ്ട്രിയിൽ നിന്നും മാർക്ക് പറ്റുന്ന അത്രയും സ്കോർ ചെയ്യാൻ നോക്കുക. ജനറൽ അവയർനെസ്സിനെ പുറകെ പോയി ഒരുപാട് കഷ്ടപ്പെടേണ്ടതില്ല. അതിന്റെ കാരണം എന്താ? റാൻഡംനെസ് കൂടുതലാണ്, കോസ്റ്റ് ബെനിഫിറ്റ് കുറവാണ്. ആ സമയത്ത് ഇവിടെയും സമയം ചെലവാക്കിയാൽ, അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് ഇത് രണ്ടിലും കിട്ടും, ടെക്നിക്കലിലും കിട്ടും. ഫിസിക്സ്, കെമിസ്ട്രി നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് റിവൈസ് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? സിലബസ് മൊത്തം കവർ ചെയ്യുക, ടെക്നിക്കലിന്റെയും അതുപോലെ എൻവയോൺമെന്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും, അത് രണ്ടോളം പുതിയ സബ്ജക്ട്സ്, ഇവർ രണ്ടുപേരുടെയും സിലബസ് കവർ ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് എന്താ? റിവൈസ് ചെയ്യുക. CBT 1ന്റെ സബ്ജക്ട്സ് ഉണ്ടല്ലോ, ജനറൽ അവയർനെസ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇവർ 3 മാക്സിമം റിവൈസ് ചെയ്യുക. ഈ ഒരു ബോക്സ് എപ്പോഴും മനസ്സിലിരിക്കട്ടെ. എന്ത്? കവർ ദ സിലബസ്, റിവൈസ്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾ CBT 1 ചെയ്തപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, ഭൂരിഭാഗം കുട്ടികൾക്ക് വന്നിട്ടുള്ള വെല്ലുവിളി എന്താ? സമയം തികയുന്നില്ല. എന്തുകൊണ്ടാണ് സമയം തികയാത്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CGLന് എത്ര മാർക്കുള്ളൂ? 100 മാർക്കിന് 100 ക്വസ്റ്റ്യൻസിന് 60 മിനിറ്റേ ഉള്ളൂ. ഇവിടെ 100 ക്വസ്റ്റ്യന് 90 മിനിറ്റ് ഉണ്ട്. എന്നിട്ടും സമയം കിട്ടുന്നില്ലാത്ത എന്തുകൊണ്ടാ? നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? മോക്ക് ടെസ്റ്റുകളെ നമ്മൾ വളരെ റിലീജിയസ് ആയിട്ട് സമയം വെച്ച് ടൈംലി മാനറിൽ ചെയ്യാത്തത് കൊണ്ടാണ് സമയം കിട്ടാത്തത്. റീസണിങ്ങിന് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായി, അതിന് സമയം കിട്ടാത്തതിന് കാരണം എന്താ? നമ്മൾ അത്രത്തോളം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാലേ സ്പീഡ് കിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല. ഭൂരിഭാഗവും തിയറി ടോപ്പിക്സ് ആണ്. ആകെ ടെക്നിക്കൽ എബിലിറ്റിയിൽ മാത്രമാണ് കുറച്ച് ചോദ്യങ്ങൾ വരുള്ളൂ, ബാക്കി എല്ലാം തിയറി ടോപ്പിക്സ് ആണ്. പക്ഷെ മാക്സിമം എന്ത് ചെയ്യുക? ഇവർ രണ്ടിനും ചെയ്ത് കഴിഞ്ഞാൽ, സിലബസ് കവർ ചെയ്താൽ, റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക ക്വസ്റ്റ്യൻസ്. നമുക്ക് ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കണം. ഈ എക്സാമിന്റെ മാർക്കാണ് റാങ്കിൽ എത്തിക്കുക. അത് എപ്പോഴും മനസ്സിലിരിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ഗുണം എന്താ? അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾ മാത്രമല്ല CBT 1 പാസ്സായത്. കാര്യം എന്താ? CBT 1 ഇസ് എ പ്യുവർലി നോൺ ടെക്നിക്കൽ എക്സാം ആണ്. പ്യുവർലി നോൺ ടെക്നിക്കൽ എക്സാം ആണ് CBT 1. ഓക്കെ, എക്സാം ആണെങ്കിൽ നേരത്തെ അനൗൺസ് ചെയ്യുകയും ചെയ്തു. നമ്മൾ വിചാരിച്ചത് ജനുവരി, ഫെബ്രുവരി ആവും എക്സാം നടത്താമെന്നാണ്. ഡിസംബറിൽ തന്നെ അവർ CBT 1 വിളിച്ചു. സോ ടെക്നിക്കൽ പഠിച്ചു തീർക്കാനോ, എൻവയോൺമെന്റ് പഠിക്കാനോ, കമ്പ്യൂട്ടർ പഠിക്കാനോ സമയം കിട്ടിയവരുടെ എണ്ണം കുറവാണ്. സോ എല്ലാവരും CBT 1 പാസ്സായവരാണ്, അല്ലെങ്കിൽ CBT നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും കൂടുതൽ. ടെക്നിക്കൽ അറിയാവുന്നവർ, ഈ 3 വിഷയം, ടെക്നിക്കലും കമ്പ്യൂട്ടറും എൻവയോൺമെന്റും അറിയാവുന്നവരുടെ എണ്ണം കുറവായിരിക്കും. സോ ഈ 2 മാസം കഷ്ടപ്പെട്ടാൽ, ടെക്നിക്കൽ സബ്ജക്ട്സിൽ കൂടുതൽ ഫോക്കസ് കൊടുത്താൽ നമുക്ക് റാങ്ക് ഉണ്ടാക്കാം. കാര്യം എന്താ? CBT 1 ക്വാളിഫൈ ചെയ്യുന്നവർ ബേസിക്കലി നോൺ ടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. കാര്യം എന്താ? CBT 1 ടെക് ഒന്നുമില്ല. സോ നമ്മൾ മത്സരിക്കേണ്ടത് ആരോടാ? ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാ, അല്ലെ? കാര്യം 150 മാർക്ക്, അതിൽ 120 മാർക്കും പുതിയ സിലബസാ.
അത് സ്പെസിഫിക് ആണ് എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട്. സോ അതിൽ സമയം കണ്ടെത്തുക. ജനറൽ അവയർനെസിന്റെ പുറകെ ഓടാതിരിക്കുക. 15 മാർക്കിന് വേണ്ടി ഒരുപാട് സിലബസ് പലരും പല ക്ലാസ്സും കൊടുക്കുന്നുണ്ടാവും. അതിന്റെ പുറകെ ഓടാതിരിക്കുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിനൊരു നിശ്ചിത സമയം മാറ്റി വെക്കുക. ഓക്കെ, 150-ൽ 15 ക്വസ്റ്റ്യൻ 10% സമയം ജനറൽ അവയർനെസ് മാറ്റി വെക്കാൻ പാടുള്ളൂ. ബാക്കി 120% സമയം, അല്ലെങ്കിൽ 120 എന്ന് പറയുമ്പോൾ എത്രയായി? 150 മാർക്കിനകത്ത് ഒരു 30 മാർക്കുള്ള സമയം മാറ്റി വെച്ചു. ബാക്കി ആർക്ക് കൊടുക്കണം? കമ്പ്യൂട്ടർ, എൻവയോൺമെന്റ്, ടെക്നിക്കൽ. അതിലും ടെക്നിക്കലിന് കൂടുതൽ സമയം കൊടുക്കാം. കാര്യം ടെക്നിക്കലിലെ ഓരോ മാർക്കുമാണ് റാങ്ക് മേക്കിംഗ്. നിങ്ങൾ എത്രത്തോളം ടെക്നിക്കലിൽ കഷ്ടപ്പെടുന്നോ അത്രത്തോളം നിങ്ങൾ JEE ആയി മാറാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക. അല്ലേ? സിമ്പിൾ അല്ലേ ലോജിക്ക്? ജനറൽ അവയർനെസ്സും ഫിസിക്സും മിക്കവാറും ആൾക്കാർ ചെയ്യും. ചെയ്യാത്തവർ പോട്ടെ. ആർക്ക് ഈ 100 മാർക്കിൽ സ്കോർ ചെയ്യുന്നവരാണ് കയറാൻ പോകുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കുക. സോ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഞാൻ പിന്നെയും പറയാം, മാത്സ്, റീസണിങ് ഇവിടെ ഇല്ല. സോ അതിനെപ്പറ്റി മറക്കുക. ജനറൽ അവയർനെസ്സും ഫിസിക്സ്, കെമിസ്ട്രി റിവൈസ് ചെയ്യുക. ഓക്കെ, പറ്റുന്ന പോലെ റിവൈസ് ചെയ്യുക. ആദ്യം തന്നെ കമ്പ്യൂട്ടർ പഠിച്ചു തീർക്കുക, എൻവയോൺമെന്റ് പഠിച്ചു തീർക്കുക. പിന്നെ ഇവരെല്ലാവരും റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നോൺ ടെക് മാറ്റി വയ്ക്കുക. പിന്നെ റിവിഷൻ മാത്രമേ നോൺ ടെക്കിലുള്ളൂ. ടെക്കിന് മാക്സിമം സമയം കൊടുക്കുക. അത് പഠിക്കുക. ടെക്കാണ് നമ്മളെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് കൂട്ടാനും നമുക്ക് ഇഷ്ടമുള്ള എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് എത്തിക്കാനും പോകുന്ന ആരാ? ടെക്നിക്കലാണ്. അത് ഓർത്തു വയ്ക്കുക. സോ ടെക്നിക്കലിനകത്ത് ഇലക്ട്രിക്കലിന് ഇലക്ട്രോണിക്സിന് പ്രത്യേകം സ്റ്റഡി പ്ലാനും ഓറിയന്റേഷനൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ 2 ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഒന്ന് ഇലക്ട്രിക്കലിന്റെ ബാച്ച്, ഇലക്ട്രോണിക്സിന്റെ ബാച്ച്. ഓക്കെ, ഇലക്ട്രിക്കല് എക്സാം ഗ്രൂപ്പ് കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഇലക്ട്രിക്കൽ അലൈൻഡ് ബാച്ചിൽ ചേരാം. അല്ലാത്തവർക്ക് ഇലക്ട്രോണിക്സ് കൊടുത്ത കുട്ടികൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈൻഡ് ബാച്ചിൽ ചേരാം. നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിനെയും എൻവയോൺമെന്റിനെയും ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടാവും. ടെക്നിക്കൽ ക്ലാസ്സസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് മാത്രം പഠിച്ചാൽ മതിയാവും നിങ്ങൾ എക്സാം ക്വാളിഫൈ ചെയ്യാൻ. ഈ 3 കാര്യങ്ങൾ പഠിക്കുക. പിന്നെ നിങ്ങൾ ജനറൽ അവയർനെസ്സും കെമിസ്ട്രിയും ഫിസിക്സും ആഡ് ഓൺ ക്ലാസ്സസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിന് പഠിക്കാൻ വേണ്ടി, അതിന് മാക്സിമം മാർക്ക്, എത്ര റാൻഡം ആയാലും അതിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ, മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങളെ തരപ്പെടുത്തി എടുക്കുന്നുണ്ടാവും. സോ എല്ലാവരും CBT 2 വേണ്ടി കട്ടക്ക് പഠിച്ചോളൂ. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കാലം നമുക്കുള്ളതാണ്. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.